പേഴ്സണൽ ഫൈനാൻസുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾക്കായി MONEYMALAYALAM.com വെബ്സൈറ്റ് സന്ദർശിക്കുക, ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുക. ആമസോൺ പോലുള്ള ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ ഡെയിലി വരുന്ന ഓഫേഴ്സിനെ പറ്റി അറിയുവാൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ഇത്തരം ഓഫറുകൾ ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യുന്ന നേരത്തെ നമുക്ക് നല്ലൊരു എമൗണ്ട് തന്നെ സേവ് ചെയ്യാനായി സാധിക്കും. ലിങ്ക് ഇൻ ബിലോ. ആദ്യകാലത്തേക്ക് നമുക്ക് ക്രെഡിറ്റ് കാർഡുകളിൽ മാത്രമായിരുന്നു EMI സൗകര്യം ലഭ്യമായിട്ടുള്ളത്. പിന്നീട് EMI കാർഡുകൾ വന്നു. അതിനുശേഷം ഇപ്പോൾ പേ ലേറ്ററിൽ വരെ EMI ഫെസിലിറ്റി ലഭ്യമാണ്. പിന്നെ നമുക്ക് ഡെബിറ്റ് കാർഡുകളിലും EMI സൗകര്യം ലഭ്യമാണ്. എല്ലാ ബാങ്കിൻ്റെയും ഡെബിറ്റ് കാർഡുകളിലും നമുക്ക് EMI സൗകര്യം ലഭ്യമല്ല. സെലക്റ്റഡ് ബാങ്കുകളിൽ മാത്രമേ നമുക്ക് നിലവിൽ EMI ഫെസിലിറ്റി ലഭ്യമായിട്ടുള്ളൂ. അതായത് ഡെബിറ്റ് കാർഡ് EMI ഫെസിലിറ്റി ലഭ്യമായിട്ടുള്ളൂ. അതിൽപ്പെട്ട ഒരു ബാങ്കാണ് SBI കസ്റ്റമേഴ്സിന് അവരുടെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ നടത്തിയ ശേഷം ട്രാൻസാക്ഷൻ നമുക്ക് EMI ആയിട്ട് കൺവേർട്ട് ചെയ്യുവാനായി സാധിക്കും. ഈ ഒരു SBIയുടെ ഡെബിറ്റ് കാർഡ് EMI ഫെസിലിറ്റിയെ പറ്റി അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് ഇന്നത്തെ വീഡിയോയിൽ. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് നൽകുക. ആദ്യം തന്നെ മനസ്സിലാക്കിയിരിക്കേണ്ടത് SBIയുടെ ഡെബിറ്റ് കാർഡുള്ള എല്ലാവർക്കും ഈ ഒരു ഡെബിറ്റ് കാർഡ് EMI ഫെസിലിറ്റി ലഭിക്കില്ല. എലിജിബിൾ ആയിട്ടുള്ളവർക്ക് മാത്രമേ ഈ ഒരു ഡെബിറ്റ് കാർഡ് EMI ഫെസിലിറ്റി ലഭിക്കുകയുള്ളൂ. ഇങ്ങനെ നമ്മൾ ഡെബിറ്റ് കാർഡ് EMI ഫെസിലിറ്റിക്ക് എലിജിബിൾ ആണെങ്കിൽ നമുക്കൊരു ലോൺ എമൗണ്ട് ആയിരിക്കും ലഭിക്കുന്നത്. യഥാർത്ഥത്തിൽ ഡെബിറ്റ് കാർഡ് EMI എന്ന് പറയുന്നത് ഒരു ലോണാണ്. നമുക്കൊരു പർട്ടിക്കുലർ എമൗണ്ട് ബാങ്ക് കടമായിട്ട് തരുന്നു. ഒരു ലോൺ എമൗണ്ട് ആണത്. അപ്പോൾ നമുക്കൊരു ലിമിറ്റ് കാണും. ആ ഒരു ലിമിറ്റിനുള്ളിൽ നിന്നുള്ള പ്രൊഡക്റ്റുകൾ മാത്രമേ നമുക്ക് പർച്ചേസ് ചെയ്യാനായി സാധിക്കൂ. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നിങ്ങൾ എലിജിബിൾ ആയിട്ടുള്ളത് ഒരു 50,000 രൂപക്ക് ആണെങ്കിൽ 50,000 രൂപയ്ക്കുള്ളിൽ നിൽക്കുന്ന പ്രൊഡക്റ്റ് മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ഡെബിറ്റ് കാർഡ് EMI ഫെസിലിറ്റി ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യുവാനായി സാധിക്കും. നിങ്ങൾക്ക് ഇങ്ങനെ ലഭിക്കുന്ന ആ ഒരു ലോൺ എമൗണ്ട് ഉപയോഗിച്ച് മാക്സിമം 3 EMI ട്രാൻസാക്ഷനുകൾ മാത്രമേ നടത്തുവാനും സാധിക്കൂ. പിന്നെ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ ഡെബിറ്റ് കാർഡ് EMI ഫെസിലിറ്റിക്ക് എലിജിബിൾ ആണ്, നമുക്കൊരു ലോൺ എമൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലായിടത്തും പോയിട്ട് ഈ ഒരു ഡെബിറ്റ് കാർഡ് EMI ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യുവാനായി സാധിക്കില്ല. ഓൺലൈനിലും ഓഫ്ലൈനിലും ഈ ഒരു ഡെബിറ്റ് കാർഡ് EMI സൗകര്യം ലഭ്യമാണ്. പക്ഷേ ഇത് എല്ലായ്പ്പോഴും ലഭ്യമാവില്ല. ഇപ്പോൾ ഓൺലൈൻ നോക്കുകയാണെങ്കിൽ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും മിക്കപ്പോഴും ഡെബിറ്റ് കാർഡ് EMI ഫെസിലിറ്റി ലഭ്യമായിരിക്കും. പക്ഷേ ഇത് സീസണലാണ്. ചില സമയത്തായിരിക്കും SBIയുടെ ഡെബിറ്റ് കാർഡ് EMI ഫെസിലിറ്റി ലഭ്യമായിട്ടുള്ളത്. ചിലപ്പോൾ ഇത് കാണില്ല, പകരം HDFC ബാങ്കിനായിരിക്കും ഉള്ളത്. അപ്പോൾ ഇതിങ്ങനെ മാറി മാറി വരും. അപ്പോൾ ഓൺലൈൻ നോക്കുകയാണെങ്കിൽ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഡെബിറ്റ് കാർഡ് EMI ഫെസിലിറ്റി ലഭ്യമാണ്. SBIക്കും ലഭ്യമാണ്. പക്ഷേ ഇത് എല്ലായ്പ്പോഴും ലഭ്യമായിട്ടില്ല. അപ്പോൾ ലഭ്യമാണെങ്കിൽ മാത്രമേ നമുക്ക് ഡെബിറ്റ് കാർഡ് EMI ഫെസിലിറ്റി ഉപയോഗിച്ച് ഇത്തരത്തിൽ ഓൺലൈനിൽ നിന്ന് നമുക്ക് ഷോപ്പ് ചെയ്യുവാനായി സാധിക്കൂ. ഓൺലൈൻ കൂടാതെ ഓഫ്ലൈൻ ഷോപ്പുകളിൽ നമുക്ക് ഡെബിറ്റ് കാർഡ് EMI ഫെസിലിറ്റി ഉപയോഗിച്ച് ഷോപ്പിംഗ് നടത്തുവാനായി സാധിക്കും. പക്ഷേ ഇത് നടത്തുന്നത് പൈലാബ്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്. പൈലാബുമായി ചേർന്നാണ് മിക്ക ബാങ്കുകളും ഈ ഒരു ഡെബിറ്റ് കാർഡ് EMI ഫെസിലിറ്റി നമുക്ക് ലഭ്യമാക്കുന്നത്. അപ്പോൾ പൈലാബ്സിൻ്റെ സ്വൈപ്പിംഗ് മെഷീൻ ഉള്ള ഷോപ്പുകളിലാണ് നമുക്ക് പ്രധാനമായിട്ടും ഈ ഒരു ഡെബിറ്റ് കാർഡ് ഫെസിലിറ്റി ലഭ്യമായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ഷോപ്പിൽ പൈലാബ്സിൻ്റെ POS മെഷീൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡ് EMI ഫെസിലിറ്റിക്ക് എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ട്രാൻസാക്ഷൻ EMI ആയിട്ട് കൺവേർട്ട് ചെയ്യുവാനായി സാധിക്കും. പിന്നെ പലർക്കുമുള്ള സംശയമാണ്, നമ്മൾ ഡെബിറ്റ് കാർഡ് EMI ഫെസിലിറ്റി ഉപയോഗിക്കുമ്പോൾ ആ ഒരു എമൗണ്ട് നമ്മുടെ സേവിങ്സ് അക്കൗണ്ടിൽ വേണോ എന്നുള്ളത്. ഇതിൻ്റെ ഉത്തരം വേണ്ട എന്നാണ്. നമ്മൾ ഡെബിറ്റ് കാർഡ് EMI സൗകര്യം ഉപയോഗിക്കുക എന്നതോട് അർത്ഥമാക്കുന്നത് നമുക്ക് ബാങ്ക് ഒരു എമൗണ്ട് ലോൺ ആയിട്ട് തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സേവിങ്സ് അക്കൗണ്ടിൽ ആ ഒരു എമൗണ്ട് കീപ്പ് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. പക്ഷേ നമ്മൾ ഓഫ്ലൈനിലേക്ക് നമ്മൾ ഈ ഒരു ഡെബിറ്റ് കാർഡ് EMI ഫെസിലിറ്റി ഇടാൻ നേരത്ത് നമ്മളുടെ സേവിങ്സ് അക്കൗണ്ടിൽ ഒരു 2 രൂപ മിനിമം വേണ്ടി വരും. കാരണം ആ ഒരു ട്രാൻസാക്ഷനിൽ 2 രൂപ നമ്മളുടെ അക്കൗണ്ടിൽ നിന്നും ഡെബിറ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഒരു 2 രൂപ മിനിമം നിങ്ങളുടെ സേവിങ്സ് അക്കൗണ്ടിൽ കീപ്പ് ചെയ്താൽ മതിയാകും. അല്ലാതെ നിങ്ങൾ EMI ഇടുന്ന ഫുൾ എമൗണ്ട് നിങ്ങളുടെ സേവിങ്സ് അക്കൗണ്ടിൽ വേണമെന്ന് നിർബന്ധമില്ല. പിന്നെ SBIയുടെ ഡെബിറ്റ് കാർഡ് EMI ഫെസിലിറ്റി നോക്കുകയാണെങ്കിൽ SBI ഡെബിറ്റ് കാർഡ് EMI ആയിട്ട് നൽകുന്നത് 8,000 രൂപ മുതൽ 1,00,000 രൂപ വരെയാണ്. എലിജിബിൾ ആയിട്ടുള്ളവർക്ക് ഇതിനുള്ളിൽ നിൽക്കുന്ന ഒരു എമൗണ്ട് ആയിരിക്കും ലോൺ ആയിട്ട് കിട്ടുന്നത്. പലിശ വരുന്നത് 14.70% ആണ്. പിന്നെ 6 മാസം, 9 മാസം, 12 മാസം, 18 മാസം എന്നീ തിരിച്ചടവ് കാലാവധികളാണ് വരുന്നത്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കാലാവധി തിരഞ്ഞെടുക്കാം. അതനുസരിച്ചുള്ള ഒരു പലിശ നിരക്കായിരിക്കും വരുന്നത്. അതനുസരിച്ചുള്ള EMI എമൗണ്ട് ആയിരിക്കും നിങ്ങൾ എല്ലാ മാസവും അടയ്ക്കേണ്ടി വരുന്നത്. പിന്നെ നമ്മൾ അങ്ങോട്ട് മാനുവലി അടയ്ക്കേണ്ട കാര്യമില്ല. നമുക്ക് എന്തായാലും ആ ഒരു ബാങ്കിൽ ഒരു അക്കൗണ്ട് ഉണ്ടാകും. അപ്പോൾ ആ ഒരു അക്കൗണ്ടിൽ നമ്മൾ ആ ഒരു എമൗണ്ട് കീപ്പ് ചെയ്താൽ മതിയാകും. EMI ഡേറ്റ് ആകുവാൻ നേരത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ സേവിങ്സ് അക്കൗണ്ടിൽ നിന്നും ബാങ്ക് വിഡ്രോ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ SBIയുടെ ഡെബിറ്റ് കാർഡ് EMI ഫെസിലിറ്റിക്ക് എലിജിബിൾ ആണോ അല്ലയോ എന്ന് അറിയാനായിട്ട് ഒരു SMS അയച്ചാൽ മതിയാകും. DC EMI എന്ന് ടൈപ്പ് ചെയ്ത് 567676 എന്ന നമ്പറിലേക്ക് ഒരു SMS അയച്ചാൽ മതിയാകും. നിങ്ങൾക്ക് റീപ്ലൈ ആയിട്ട് നിങ്ങൾ എലിജിബിൾ ആണോ അല്ലയോ എന്ന് മെസ്സേജ് ലഭിക്കുന്നതാണ്. പിന്നെ നമ്മൾ ഡെബിറ്റ് കാർഡ് EMI ഉപയോഗിച്ച് ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ക്യാൻസൽ ചെയ്യണമെങ്കിൽ നമ്മൾ ആരുടെ കയ്യിൽ നിന്നാണോ പർച്ചേസ് ചെയ്ത് ആ ഒരു മർച്ചൻറ്റ് വിചാരിക്കണം. മർച്ചൻറ്റ് അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു ഡെബിറ്റ് കാർഡ് EMI ട്രാൻസാക്ഷൻ ക്യാൻസൽ ചെയ്യുവാനായി സാധിക്കൂ. പിന്നെ ഈ SBIയുടെ ഡെബിറ്റ് കാർഡ് EMI ഫെസിലിറ്റിയുടെ മറ്റു ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ 0 പ്രോസസ്സിംഗ് ചാർജ് ആണ് വരുന്നത്. പിന്നെ ഡോക്യുമെൻറ്റേഷൻ്റെ കാര്യമൊന്നും വരുന്നില്ല. കംപ്ലീറ്റ്ലി ഡിജിറ്റലാണ്. എലിജിബിൾ ആണെങ്കിൽ നമുക്കൊരു ലോൺ എമൗണ്ട് കിട്ടും. ആ ഒരു ലോൺ എമൗണ്ട് ഉപയോഗിച്ച് നമുക്ക് EMI
ആയിട്ട് പർച്ചേസ് ചെയ്യാം. ആദ്യം പറഞ്ഞതുപോലെ നമുക്ക് ആ ഒരു ലോൺ എമൗണ്ട് ഉപയോഗിച്ച് മാക്സിമം 3 EMI ട്രാൻസാക്ഷനുകൾ മാത്രമേ നടത്തുവാനായി സാധിക്കൂ. പിന്നെ നമ്മളിങ്ങനെ ഡെബിറ്റ് കാർഡ് EMI ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ സേവിങ്സ് അക്കൗണ്ടിൽ ആ ഒരു എമൗണ്ട് ബ്ലോക്ക് ആകുന്നില്ല. നമുക്ക് ബാങ്ക് ലോണാണ് നൽകുന്നത്, നമ്മളുടെ സേവിങ്സ് അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ അല്ല നമ്മൾ ഈ ഒരു ഡെബിറ്റ് കാർഡ് EMIയിലൂടെ നമ്മൾ EMI ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു എമൗണ്ട് നമ്മളുടെ സേവിങ്സ് അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ അത് ബ്ലോക്ക് ആവുന്നില്ല, നമുക്കത് വേറെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. ഓൺലൈനിൽ എങ്ങനെ നമുക്ക് ഈ ഒരു SBI ഡെബിറ്റ് കാർഡ് EMI സൗകര്യം ഉപയോഗിക്കാം? പ്രധാനമായിട്ടും ഫ്ലിപ്കാർട്ടിലും ആമസോണിലുമാണ് സീസണലായിട്ട് ഈ ഒരു ഡെബിറ്റ് കാർഡ് EMI സൗകര്യം വരുന്നത്. അപ്പോൾ നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുക, നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുവാൻ നേരത്ത് ഈ CMI സൗകര്യം തിരഞ്ഞെടുക്കുക. അതിനുശേഷം SBI അവിടെ ഉണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യുക. ശേഷം നിങ്ങൾ തിരഞ്ഞെടുത്ത പ്രൊഡക്റ്റിൻ്റെ എമൗണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഫെച്ച് ആയിട്ടുണ്ടാകും. നിങ്ങൾ തിരിച്ചടക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു കാലാവധി തിരഞ്ഞെടുക്കുക. അപ്പോൾ നിങ്ങളുടെ SBIയുടെ നെറ്റ് ബാങ്കിങ്ങിലേക്ക് റീഡയറക്റ്റ് ആകും. അത് ലോഗിൻ ചെയ്യുക, നിങ്ങൾ ആ ഒരു ലോണിൻ്റെ കാര്യങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ലോൺ അക്കൗണ്ട് ക്രിയേറ്റ് ആവുകയും നിങ്ങൾക്ക് ആ ഒരു പ്രൊഡക്റ്റ് EMI ആയിട്ട് പർച്ചേസ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. ഈ രീതിയിലാണ് നമ്മൾ ഓൺലൈനിൽ നിന്നും ഡെബിറ്റ് കാർഡ് EMI ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യുന്നത്. ഓഫ്ലൈൻ ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കാർഡ് സ്വൈപ്പ് ചെയ്യുക, നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന പ്രൊഡക്റ്റിൻ്റെ എമൗണ്ട് എൻ്റർ ചെയ്യുക, നിങ്ങൾ തിരിച്ചടക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാലാവധി നിങ്ങൾ പറയുക. അതിനുശേഷം നിങ്ങളുടെ ഡെബിറ്റ് കാർഡിൻ്റെ പിൻ അടിക്കുക. അപ്പോൾ നിങ്ങൾ എലിജിബിൾ ആണോ അല്ലയോ എന്ന് അറിയുവാനായി സാധിക്കും. എലിജിബിൾ ആണെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും 2 രൂപ ഡെബിറ്റ് ആവുകയും നിങ്ങൾക്കൊരു റെസിപ്റ്റ് ജനറേറ്റ് ആവുകയും ചെയ്യും. നിങ്ങളുടെ ലോൺ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ആയി നിങ്ങളുടെ സേവിങ്സ് അക്കൗണ്ടിൽ EMI ഡേറ്റിൽ ആ ഒരു എമൗണ്ട് കീപ്പ് ചെയ്താൽ മതിയാക്കും, ഓട്ടോമാറ്റിക്കായിട്ട് വിഡ്രോ ആയിക്കോളും. ഈ രീതിയിലാണ് നമ്മൾ ഓഫ്ലൈനിൽ നിന്ന് നമ്മൾ ഡെബിറ്റ് കാർഡ് EMI ഉപയോഗിച്ച് പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യുന്നത്. ആദ്യം പറഞ്ഞതുപോലെ പൈൻ ലാബ്സിൻ്റെ POS മെഷീൻ ഉള്ള ഷോപ്പുകളിൽ നമുക്ക് ഇത് പോസിബിൾ ആണ്. ഈ ഒരു ഡെബിറ്റ് കാർഡ് EMI ഫെസിലിറ്റി സൗകര്യം പ്രൊവൈഡ് ചെയ്യുന്ന ബാങ്കുകൾ, അതായത് ഇപ്പോൾ HDFC ബാങ്ക് ഉണ്ട്, ആക്സിസ് ബാങ്ക് ഉണ്ട്, ICICI ഉണ്ട്, അങ്ങനെയുള്ള ബാങ്കുകളിലൊക്കെ നമ്മൾ ഒരു കറണ്ട് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ഈ ഒരു POS മെഷീനുള്ള റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർ മിക്കവാറും പ്രൊവൈഡ് ചെയ്യുന്നത് ഇപ്പോൾ ഈ ഒരു പൈൻ ലാബ്സിൻ്റെ മെഷീനാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതിയാകും. അങ്ങനെ ഈ ഒരു പൈൻ ലാബ്സിൻ്റെ മെഷീൻ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഷോപ്പിൽ നിങ്ങൾക്ക് ഈ ഒരു ഡെബിറ്റ് കാർഡ് EMI സൗകര്യം പ്രൊവൈഡ് ചെയ്യാം. എലിജിബിൾ ആയിട്ടുള്ള കസ്റ്റമേഴ്സിന് മാത്രമായിരിക്കും ഈ ഒരു ഡെബിറ്റ് കാർഡ് EMIയിലൂടെ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുവാനായി സാധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാലും മറക്കാതെ ലൈക്ക് നൽകുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി